നമസ്കാരം, ഞാൻ ബിൻഷ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. മരണത്തിന് പിന്നിലെ ദുരൂഹത. വിദേശ വനിത ലിഗയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത അകറ്റാൻ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. കോവളത്തെ അനധികൃത ടൂറിസ്റ്റ് ഗൈഡുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം. പ്രധാനമായും അന്വേഷിക്കുന്നത് ലിഗയുടെ മരണം പുറത്തറിഞ്ഞതിന് ശേഷം സ്ഥലത്ത് നിന്ന് മുങ്ങിയവരെക്കുറിച്ച്. വിദേശികളെ യോഗ പഠിപ്പിക്കുന്ന ഒരാളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഇയാൾ സ്ഥിരമായി ഓവർകോട്ട് ഉപയോഗിക്കുന്ന ആളെന്നും കഴിഞ്ഞ 2 ദിവസമായി കോവളത്ത് ഉണ്ടായിരുന്നില്ലെന്നും കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ. തിരുവനന്തപുരം വാഴമുട്ടത്ത് നിന്ന് ലഭിച്ച മൃതദേഹം ലിഗയുടേത് തന്നെയെന്ന് സ്ഥിരീകരിക്കുന്ന DNA പരിശോധനാ ഫലം ഇന്ന് പുറത്തു വന്നിരുന്നു. ഇത് പോലീസ് വഴി ഇന്ന് കോടതിക്ക് കൈമാറും. ലിഗയുടെ സഹോദരി ഇലീസിന്റെ രക്തവും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതേസമയം ഫോറൻസിക് റിപ്പോർട്ട് നാളെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ലിഗയുടെ മരണത്തിൽ അസ്വാഭാവികത നിലനിൽക്കെ അന്വേഷണത്തിൽ കോവളത്തെ കഞ്ചാവ് ചീട്ടുകളി സംഘങ്ങളും നിരീക്ഷണത്തിൽ. ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചത് മൊഴികളിൽ വൈരുദ്ധ്യം പ്രകടമായതോടെ. മൃതദേഹം കണ്ട കുറ്റിക്കാട്ടിലേക്ക് ലിഗ പോകുന്നത് കണ്ടെന്ന ചില മൊഴികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് മരണകാരണം സ്ഥിരീകരിക്കുന്ന ശാസ്ത്രീയ പരിശോധനാ ഫലം ഇതുവരെ ലഭിക്കാത്തത്. ശ്വാസം മുട്ടിയാകാം മരണമെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടിരുന്നു. നേതാക്കൾക്ക് വിമർശനം. നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPI 23ാം പാർട്ടി കോൺഗ്രസിന്റെ സംഘടനാ റിപ്പോർട്ട്. വിഭാഗീയത പാർട്ടിയെ തകർക്കുന്നുവെന്നും പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം നിർജീവമെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തൽ. വിഭാഗീയത ഉൾപാർട്ടി ജനാധിപത്യത്തിലൂടെ പരിഹരിച്ചില്ലെങ്കിൽ പാർട്ടി ക്ഷയിക്കുമെന്നും മുന്നറിയിപ്പ്. കേഡർ സംവിധാനത്തിൽ വീഴ്ചയെന്നും ആരോപണം. വിഭാഗീയത പാർട്ടിയെ ദുർബലപ്പെടുത്തുകയാണ്. ഇത് ആദ്യമേ തിരിച്ചറിഞ്ഞ് ഉൾപാർട്ടി ജനാധിപത്യത്തിലൂടെ ഭേദമാക്കാം. ചില നേതാക്കൾ ദ്വീപുകളെപ്പോലെ പ്രവർത്തിക്കുന്നു. ചോദ്യം ചെയ്യാൻ പോലും അണികൾക്ക് ഭയം. പാർട്ടി അംഗങ്ങൾ സാമൂഹിക ഉത്തരവാദിത്തത്തെ മറക്കുന്നു. സ്ത്രീധനം വാങ്ങുന്ന പ്രവണത പോലും പാർട്ടിയിലുണ്ടെന്നും പരാമർശം. അഹംഭാവം, പദവിമോഹം, ഇഷ്ടാനിഷ്ടത്തോടെയുള്ള പ്രവർത്തനം, ചില സഖാക്കളോടുള്ള ദേഷ്യം, കാലാകാലങ്ങളായുള്ള വിഭാഗീയതയുടെ തുടർച്ച എന്നിവയാണ് വിഭാഗീയതയുടെ കാരണങ്ങൾ. വിഭാഗീയതയെ മറച്ചുവെക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്വീകരിക്കുന്ന സമീപനം തിരുത്തണമെന്നും സംഘടനാ റിപ്പോർട്ട്. പാർട്ടിയുടെ യോഗങ്ങളിലും പോസ്റ്ററുകളിലും ബാനറുകളിലും രക്തസാക്ഷികളുടെ ചിത്രങ്ങൾ പതിക്കാത്തതിലും വിമർശനങ്ങൾ ഉയരുന്നു. നിയമനത്തിൽ എതിർപ്പ്. മുതിർന്ന അഭിഭാഷക ഇന്ദു മൽഹോത്രയെ സുപ്രീം കോടതി ജഡ്ജിയാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം കൈക്കൊണ്ടതിന് പിന്നാലെ എതിർപ്പുമായി ജഡ്ജിമാർ രംഗത്ത്. ഇന്ദു മൽഹോത്ര നിയമിതയാകുന്നതിൽ കൊളീജിയത്തിലെ മുതിർന്ന ജഡ്ജിമാർക്ക് അതൃപ്തി. ഇക്കാര്യത്തിൽ ഫുൾ കോർട്ട് വിളിക്കണമെന്ന് ആവശ്യം. ഇന്ദുവിന്റെ സത്യപ്രതിജ്ഞ നടത്തരുതെന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിര ജെയിംസ്. സുപ്രീം കോടതിയിൽ നേരിട്ട് നിയമിക്കപ്പെടുന്ന ആദ്യത്തെ വനിതാ അഭിഭാഷകയാണ് ഇന്ദു മൽഹോത്ര. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്ക് പുറമെ ജഡ്ജിമാരായ ചെലമേശ്വർ, രഞ്ജൻ ഗൊഗോയ്, മദൻ ബി ലോക്കൂർ, കുര്യൻ ജോസഫ് എന്നിവരും ഉൾപ്പെട്ട കൊളീജിയമാണ് സുപ്രീം കോടതിയിലേക്ക് നിയമനം ശുപാർശ ചെയ്യുന്നത്. അതേസമയം മലയാളിയായ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് KM ജോസഫിന്റെ നിയമനവും അനിശ്ചിതത്വത്തിൽ. തിരക്കഥയുടെ ചുരുളഴിക്കാൻ. പിണറായിയിൽ അച്ഛനമ്മമാരെയും മകളെയും കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം അറസ്റ്റിലായ സൗമ്യയുടെ കാമുകനിലേക്ക്. കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ സൗമ്യയെ കാമുകനുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ നീക്കം. കൊല നടന്ന ദിവസങ്ങളിലും തൊട്ടടുത്ത ദിവസങ്ങളിലും സൗമ്യ ഏറ്റവും അധികം ഫോണിൽ സംസാരിച്ചത് ഇയാളുമായെന്നും കൊലയെക്കുറിച്ച് ഇയാൾക്ക് അറിയാമായിരുന്നെന്നും പോലീസ്. അവിഹിത ബന്ധത്തിന് തടസ്സം നിന്നതാണ് മാതാപിതാക്കളെയും മകളെയും കൊലപ്പെടുത്തിയതിന് കാരണമെന്ന് സൗമ്യ ഇന്നലെ കുറ്റം സമ്മതം നടത്തിയിരുന്നു. 3 പേരെയും കൊലപ്പെടുത്തിയത് ഭക്ഷണത്തിൽ എലിവിഷം കലർത്തി. കൊലപാതക വിവരം കാമുകന്മാരെ അറിയിച്ചിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥരോട് സൗമ്യ. ഇവരുടെ വാട്സ്ആപ്പ് വീഡിയോ കോളുകളടക്കം ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. മുന്നറിയിപ്പുമായി ഇറാൻ. ആണവ കരാറിൽ അമേരിക്കയ്ക്ക് കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ. കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഹസൻ റുഹാനി. കടുത്ത പ്രതികരണവുമായി ഇറാൻ രംഗത്തെത്തിയത് മെയ് 12-ന് മുൻപ് ഇറാനുമായുള്ള ആണവ കരാർ പുനഃപരിശോധിക്കുമെന്നും ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ. കഴിഞ്ഞ ദിവസം ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും കരാറിൽ നിന്ന് പിന്മാറരുതെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ടീന സൂസൻ ചേരും. നമസ്കാരം.